10-15 വർഷത്തിന് ഇപ്പുറവും നിൽക്കുന്ന ഒരു പാട്ടുണ്ട്. അത് ഞാൻ ചേട്ടൻ ഒന്ന് കേൾപ്പിക്കാം. ഇനിയൊരു പുതിയ മുഖം പാട്ട് വരുന്ന ഈ ഒരു വരി വരുന്ന സമയത്ത് അത് ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്ത് പാടാനായിട്ട് നമ്മളുടെ ഓർക്കസ്ട്ര ഇങ്ങനെ ഒരു സാന്ത്വനം ഇനി സാന്ത്വനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫുൾ ഓർക്കസ്ട്ര സൈലൻസിൽ പോകും. അവിടെ ഓഡിയൻസിൽ കുറെ പേര് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇടുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ ഇതിന്റെ കോമഡി വേർഷൻ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പൊ നമ്മളും ചിരിച്ചു പോകും അറിയാതെ. എല്ലാവരുടെയും വേർഷൻ കേട്ടു, പക്ഷെ ഇതുവരായിട്ട് ദീപക്കേട്ടന്റെ ആ ഒരു വേർഷൻ കേട്ടിട്ടില്ല. ദീപക്കേട്ടൻ ആ ഒരു പാട്ട് പാടാൻ പറ്റുമോ? ഞാൻ ഈ പാട്ട് പാടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് ട്രോളാവുന്നത് ഇനി ഞാൻ പാടിയതായിരിക്കും. ആസിഫൊക്കെ ഒരുപാട് ഇമോഷണലി ഇതിനെപ്പറ്റി സംസാരിച്ച് കേട്ടിട്ടുണ്ട്. കണ്ണൊക്കെ നിറഞ്ഞിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, അല്ലെങ്കിൽ വല്ലപ്പോഴും ആണ് ഇങ്ങനെ ഓഡിയൻസ് നമ്മുടെ ഒരു സിനിമ അക്സെപ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എഴുന്നേറ്റ് നിന്നിട്ട് റിവ്യൂസിനൊക്കെ ഒരുപാട് നന്ദി പറഞ്ഞിട്ടുള്ള ആസിഫിന് കിട്ടിയ സ്റ്റീരിയോ ടൈപ്പ് റോള് തന്നെ വെച്ചുകൊണ്ട് ആ ഒരു ആക്ടിങ്ങിന്റെ അകത്ത് ആ ഹിഡൻ ആയിട്ടുള്ള ജെംസ് ട്രഷർ ഒന്നും പുറത്തോട്ടേക്ക് അധികം വന്നിട്ടില്ല. പഴയ ആസിഫ് അലി നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങ് പോയി. ഇൻവോൾവ് ആയിട്ട് അഭിനയിച്ചിട്ട് എങ്ങാനും ഇത് ആൾക്കാരിലേക്ക് എത്തിയില്ലെങ്കിൽ എത്ര സങ്കടം ഉണ്ടായിപ്പോയി. അപ്പൊ ആ ഉണ്ടാവാൻ സാധ്യതയുള്ള സങ്കടമാണ് ഇപ്പൊ സന്തോഷ കണ്ണീരായിട്ട് വന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആസിഫ് അലി ജിസ്മോൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒറ്റ സീനാണ്. ആസിഫ് അലി എപ്പോഴും ഇങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് ചിന്തയിൽ പോകുന്ന ആസിഫ് അലി, അല്ലെങ്കിൽ വിരഹം. ഇതാണ് എൻ്റെ കഴിഞ്ഞ ജിസ്മോന്റെ 2 പടത്തിലും ഇത് തന്നെയാണ്. അപ്പൊ ഞാൻ ഇത് തന്നെയാണ് പ്രതീക്ഷിച്ചത്. വേറൊരു ആസിഫ്, വേറൊരു ജിസ്മോൻ. അപ്പൊ ഇത് കണ്ടപ്പോ ഞാൻ ഇങ്ങനെ നോക്കി, ജിസ്മോന്റെ അടുത്ത് നോക്കി, അപ്പൊ പുള്ളി ഇങ്ങനെ ചിരിച്ചു. എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഉഗ്രനായിട്ടുണ്ട്. തലവൻ വളരെ സൈലന്റ് ആയിട്ട് വന്നിട്ട് ഇറങ്ങിയിട്ട് ഹിറ്റ് അടിച്ചൊരു പടമാണ്. അപ്പൊ അതെന്താ അങ്ങനെ ചെയ്യാഞ്ഞത്? ഇത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് പടത്തിനൊരു പേരുണ്ടാവണ്ടേ, അതിന് പോലും ഡിലേ ആയിരുന്നു. അതെന്താ? പല പേരുകൾ ഇട്ടിട്ട് ഒന്നും ഇരുവർ, പിന്നെ സിംഗിൾ തല രാവണൻ. ഇതാ ജാഫർ എനിക്ക് പറയുന്ന പേരായിരുന്നു ആക്ച്വലി പടത്തിന് ഇടാൻ പറ്റത്. അപ്പൊ ഞാനിത് കേട്ടപ്പോ ഞാൻ പറഞ്ഞു അത് ഇടരുത് ആളിയാ, ചതിക്കല്ലേ ഇത്രയൊക്കെ ചെയ്ത് വെച്ചിട്ട്. ഞാനിങ്ങനെ പേടിച്ചിരിക്കാം, ഒന്നും പറയല്ലേ. അല്ല അതപ്പോ സെക്കൻഡ് പാർട്ട് ഉണ്ടോ ഈ പടത്തിന്? ഞാൻ ശരിക്കും പറഞ്ഞാൽ വിചാരിച്ചത് സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് ഒരു ടൈലന്റ് ഇടുകയാണ്. പക്ഷെ ജിസ്മോന്റെ മനസ്സിൽ വളരെ കൃത്യമായിട്ട് സെക്കൻഡ് പാർട്ടിന്റെ 3/4 റെഡി ആയിട്ടുണ്ട്. ജാഫർ ഇടുക്കി ചേട്ടനൊക്കെ സെക്കൻഡ് പാർട്ടി കാണുമല്ലേ? അപ്പൊ ഒരു സിംഗിൾ തല രാവണൻ 2 എന്നൊക്കെയുള്ള രീതിയില്. ഹായ് ഹലോ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ സ്നേഹ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളൊരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള അതിഥിയാണ്. കഴിഞ്ഞ 20 വർഷമായിട്ട് മലയാള സിനിമയിൽ തൻ്റെതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു മ്യൂസിക് ഡയറക്ടറാണ്, കമ്പോസറാണ്. എന്താ പറയുക, ഇതിക്കുള്ളൊക്കെ ഒരുപാട് പറയാനുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം ദീപക് ദേവ്. ചേട്ടാ സ്വാഗതം. അപ്പം എന്തായാലും ആദ്യം തന്നെ ഒരുപാട് ആശംസകൾ. 20 വർഷം മലയാളം സിനിമയിൽ ഇങ്ങനെ വളരെ വിജയകരമായി മുമ്പോട്ട് പോയി. എങ്ങനെ തോന്നുന്നു? എന്താണ് ഒരു പ്രൗഡ് മൊമെന്റ് അല്ലേ ഈ ഒരു സമയം? അതെ, 20 വർഷം എന്ന് പറഞ്ഞ് തിരിച്ചു നോക്കുമ്പോഴാണ് 20 വർഷമായോ എന്നുള്ളൊരു സംഭവം തിരിച്ചറിയുന്നത് തന്നെ. കാരണം പെട്ടെന്ന് പോയതുപോലെ തോന്നി, ഇന്നലെ തുടങ്ങിയതുപോലെ തോന്നുന്നു യാത്ര. അതെ. നമ്മളിപ്പോ ഒരു ഇന്റർവ്യൂ ഒക്കെ നമ്മളിലേക്ക് വരുമ്പോഴത്തേനെ ആദ്യം തന്നെ നമ്മൾ പോയി സെർച്ച് ചെയ്യും, ഗൂഗിളിൽ അങ്ങോട്ട് പോവും, വിക്കിപീഡിയ എടുക്കും. അപ്പൊ നമ്മുടെ എന്താ പറയുക, നമ്മുടെ കിട്ടുന്ന എല്ലാ സോഴ്സും വിക്കിപീഡിയ ആണ്. അപ്പൊ ഈ വിക്കിപീഡിയ തുറന്നപ്പോഴത്തേക്കും ദീപക് ദേവിന്റെ പ്രൊഫൈല് വരുന്നു, എല്ലാ കാര്യങ്ങളും വരുന്നു. ആദ്യം തന്നെ വരുന്നു ദീപക് ദേവ് തുടക്കം മുതലേ ഒരുപാട് ആളുകൾക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. AR റഹ്മാൻ, അതേപോലെ കുറെ ആളുകളുടെ പേര് ഇങ്ങനെ വന്നു. അപ്പൊ ഞാൻ ആദ്യം ചോദിക്കട്ടെ, എന്തായിരുന്നു അവിടെ തുടക്കം മുതലുള്ള ഒരു പരിപാടി? ഇങ്ങനത്തെ എന്തായിരുന്നു പരിപാടി? ഇപ്പൊ AR റഹ്മാൻ സാറിന് ഇവിടെ എന്തായിരുന്നു ഒരു തുടക്കത്തിലുള്ള പരിപാടി? പ്രോഗ്രാമർ ആയിരുന്നു. പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഈ ട്യൂണിനെ അലങ്കരിച്ച് ഓർക്കസ്ട്രേഷൻ ചെയ്യുന്നതും ഈ കീബോർഡും കമ്പ്യൂട്ടേഴ്സൊക്കെ വെച്ച് ചെയ്യുന്നതായിരുന്നു. അത് ഞാൻ ആക്ച്വലി ഒരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലാണ് അവിടെ ചെന്നത്. പിന്നെ അവിടുന്ന് വിദ്യാസാഗറിൻ്റെ വിദ്യാജിയുടെ അടുത്ത് വർക്ക് ചെയ്തു. അപ്പോൾ ഇവരുടെ 2 പേരുടെയും കൂടെ വർക്ക് ചെയ്തപ്പോൾ പിന്നെ കുറേ ആൾക്കാർ വിളിച്ചു. അപ്പോൾ കുറേ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ ഓൾ ഇന്ത്യയിൽ ട്രാവൽ ചെയ്ത് ഇങ്ങനെ ഹൈദരാബാദ്, ബോംബെ ഒക്കെ പോയി ഹിന്ദി പടം, തെലുങ്ക് പടം, തമിഴ്, മലയാളം വിദ്യാജിയുടെ കൂടെ. അപ്പൊ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നന്നായിട്ട് കിട്ടി. അപ്പൊ ഇത്രയും പേരുടെ കൂടെ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഓരോ ആൾക്കാരുടെ അപ്രോച്ച് എന്താണ്, അവരുടെ എന്താ പറയാ ഫോർമുലാസ് എന്തൊക്കെയാണ്, എന്തൊക്കെ കൊണ്ടാണ്. അപ്പൊ അവരുടെ കൂടെ ട്യൂൺ കമ്പോസിങ്ങിന്റെ സമയം തൊട്ടിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു പഠനം പോലെയായിരുന്നു. അത് എന്നെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ എന്താ പറയുക, ഈ ഫസ്റ്റ് പടം ക്രോണിക് ബാച്ചിലർ ആണല്ലോ. അപ്പം സത്യമായിട്ടും എനിക്ക് തോന്നുന്നു ഒരു
കൾട്ട് ഒരു മനുഷ്യനാണെന്ന് പറയാം. ഇപ്പൊ നമ്മൾ ഈ അങ്ങനെ ഒരു വാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ കൾട്ട് എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം അതിനകത്തെ എല്ലാ പാട്ടുകളും ഭയങ്കര ഫീലുള്ള പാട്ടുകളാണ്. ഇപ്പൊ സ്വയംവര ചന്ദ്രിക ആയിക്കോട്ടെ, ശിലയിൽ നിന്നും, എല്ലാ പാട്ടുകളും ഇപ്പോഴും ആൾക്കാർ കേൾക്കുന്ന പാട്ടുകളാണ്. നമ്മുടെ സ്പോട്ടിഫൈയിലൊക്കെ വേണമെങ്കിൽ അത് നമ്മുടെ പ്ലേലിസ്റ്റ് വരുന്ന പാട്ടുകളാണ്. അപ്പൊ ആ ഒരു ഫസ്റ്റ് ആ മൂവിയുടെ ഒക്കെ ഒരു ഓർമ്മ ഉണ്ടെങ്കിൽ ഇത് ചെയ്തതിന്റെയും എല്ലാ പാട്ടുകളും ഹിറ്റാണ്. അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിരുന്നു സിദ്ദിഖേട്ടൻ്റെ പടം മമ്മൂക്ക അഭിനയിക്കുന്ന പടത്തിൽ ഫസ്റ്റ് ചാൻസ് കിട്ടുക എന്ന് പറയുന്നത്. കാരണം അങ്ങനെ വരുമ്പോൾ തന്നെ ശ്രദ്ധയിൽ വീഴും ആൾക്കാരുടെ. കാരണം അവർ ഈ 2 വലിയ പേരുകൾ ഉള്ളതുകൊണ്ട് ആ പടം കാണാൻ പോകും. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു പടത്തിൽ ഫസ്റ്റ് ചാൻസ് കിട്ടിയത് കൊണ്ട് തന്നെ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നോ ലുക്കിംഗ് ബാക്ക് എന്നുള്ള രീതിയിൽ നല്ല പടങ്ങളും നല്ല വലിയ ഡയറക്ടേഴ്സ്, ജോഷി സാർ പോലത്തെ ഡയറക്ടേഴ്സൊക്കെ വിളിച്ചു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ്. പിന്നെ നമുക്ക് കമ്പോസിങ് എന്താണെന്ന് അറിയുന്നതിൻ്റെ മുമ്പേ തന്നെ കുറേ പാട്ടുകൾ ചെയ്ത് ഹിറ്റുമായി. അപ്പോൾ സെക്കൻഡ് പടവും തേർഡ് പടമൊക്കെ ഉദയനാട് താരൊക്കെ വന്നപ്പോഴാണ് ഞാൻ ശരിക്കും വന്നത് ഇത് എന്താ സംഭവം എന്നൊരു പിടുത്തം എനിക്ക് തന്നെ കിട്ടിയത്. മറ്റേതെന്ന് പറഞ്ഞാൽ സിദ്ദിഖേട്ടൻ കമ്പോസ് ചെയ്യുമ്പം എൻ്റെ ടെൻഷൻ കണ്ടിട്ട് പുള്ളി എൻ്റെ അടുത്ത് സിറ്റുവേഷൻ പറയില്ല. ഒരു അടിപൊളി പാട്ട് വെറുതെ ഉണ്ടാക്കിയേ, ഒരു സങ്കട പാട്ട് ഉണ്ടാക്കിയ, ഒരു ലവ് സോങ് ഉണ്ടാക്കിയേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പുള്ളി അതെടുത്ത് കഥയിൽ ഇങ്ങനെ ഇട്ടിട്ട് പറയും ഇത് വരാൻ പോകുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറയാം ആ ഓക്കെ. കാരണം എൻ്റെ അടുത്ത് ആദ്യത്തെ പ്രാവശ്യം പുള്ളി കഥ പറഞ്ഞപ്പോൾ ഞാൻ ഫുൾ ടെൻഷനായി. അപ്പോൾ പുള്ളി പറഞ്ഞാൽ എന്ത് പറ്റി, എന്താ പേടിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഒന്നും കേട്ടിട്ടില്ല. അപ്പോൾ പുള്ളി ചിരിച്ചു, പറഞ്ഞൊരു കാര്യം ചെയ്യും, കഥ പൊട്ടി വെച്ചു. പുള്ളി പറഞ്ഞ് അതിപ്പോൾ കേൾക്കണ്ട, കുറച്ച് പാട്ടുകൾ ഉണ്ടാക്കുക. അങ്ങനെയൊക്കെ വർക്ക് ചെയ്യാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ദൈവാനുഗ്രഹം. അത് കാരണം അത്രയും ചെറിയ പ്രായത്തിലും കൂടി ആയതുകൊണ്ട് എനിക്കിത് ഹാൻഡിൽ ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് അന്ന് ഉണ്ടായിരുന്നില്ല. 22-23 വയസ്സിലായിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പം ഇന്ന് കുറച്ചും കൂടിയും എന്താ പറയുക, കേട്ട് കഴിഞ്ഞാലും ഓക്കെ ഇതിനെങ്ങനെ സമീപിക്കണം. അത് പിന്നെ 20 വർഷമായല്ലോ, അതിന്റെ ഒരു വ്യത്യാസം. ഒന്ന് എന്താ പറഞ്ഞേ, ഒന്ന് മയപ്പെട്ട് വന്നല്ലേ റെഡി ആയിട്ട്. ഇപ്പം ചേട്ടന്റെ പാട്ടുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഭയങ്കര അർത്ഥവത്തായിട്ടുള്ള വരികളാണ്. എല്ലാ പാട്ടുകൾക്കും അർത്ഥം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഫീൽ ചെയ്യുന്നേ. ഇപ്പൊ നമ്മൾ ഉദയനാണ് താരത്തിലെ പറയാതെ അറിയാന്നൊക്കെയുള്ള പാട്ട്, അതിപ്പോഴും എനിക്ക് തോന്നുന്നു ഈ ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞ ഒരു സ്പോട്ടിഫൈയിലും അവരുടെ പ്ലേലിസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുന്ന പാട്ടുകളാണ്. അപ്പം ഇതിങ്ങനെ എൻ്റെ പാട്ടുകൾക്കൊക്കെ ഇങ്ങനെ ഒരു സിഗ്നേച്ചർ വേണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഇത് ഞാൻ വിശ്വസിക്കുന്നത് നമ്മളിപ്പോൾ പടം ഓടുന്ന സമയത്ത് പാട്ട് ഡെഫിനറ്റ്ലി പടം ഹിറ്റാണെങ്കിൽ പാട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടും. പക്ഷെ അത് കഴിഞ്ഞ് ഒരു 6 മാസമോ 1 കൊല്ലമോ കഴിഞ്ഞിട്ട് പിന്നെ പാട്ട് നിലനിൽക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ ലിറിക്സ് ടച്ചിങ് ആയിരിക്കണം, ലിറിക്സ് കണക്ട് ചെയ്യണം. ഒരു ഈ പടത്തിനെ അതിജീവിക്കുക എന്ന് പറയും പാട്ട്. അപ്പം നമ്മളുടെ ലൈഫുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റ് ആ പാട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഏത് കാലവും അത് കേട്ട് കഴിഞ്ഞാൽ നമ്മളെ ടച്ച് ചെയ്യും. ഇപ്പോൾ ബ്രേക്കപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം എക്കാലത്തും ഉണ്ടാകുന്ന ഒരു സംഭവമായിരിക്കാം. അതുപോലെ ഐ ലവ് യു മമ്മി, മമ്മിമാരും കുട്ടികളും മാറും, പക്ഷെ മമ്മിയും കുട്ടിയും എന്ന് പറയുന്ന ഒരു സംഭവം ടിൽ ദി എൻഡ് ഓഫ് ടൈം ഉണ്ടാവും. അന്ന് ഇറങ്ങിയ മമ്മിയും ഇറങ്ങുന്ന സമയത്ത് ഉണ്ടായ മമ്മിയും കുഞ്ഞുമോളും ആയിരിക്കില്ല ഇന്നത്തെ ന്യൂ ബോൺ ബേബിയും ന്യൂലി എന്താ പറയുക മമ്മി ആയിരിക്കുന്ന കുട്ടികളും. അപ്പം അത് വെച്ച് നോക്കുമ്പം ചില വരികൾ സ്ട്രോങ് ആയാൽ എനിക്ക് തോന്നുന്നു പാട്ട് കൂടുതൽ നിൽക്കും. അതുകൊണ്ടാണ് അങ്ങനെ ശരിയാണ്. ഒരു 10-15 വർഷത്തിന് ഇപ്പുറവും നിൽക്കുന്ന ഒരു പാട്ടാണ്, അത് ഞാൻ ചേട്ടനെ ഒന്ന് കേൾപ്പിക്കാം. ഒരു 15 വർഷമായി എങ്കിൽ പോലും ഇപ്പോഴും ഭയങ്കര കൾട്ട് സോങ് ആണ് ചേട്ടന്റെ. ഇനിയൊരു പുതിയ മുഖം, ഒരു പാട്ട്. പുതിയ മുഖം. ഓ അവർക്ക് മറ്റേ ഇതാണ് പുതിയ മുഖം, അതാണ് അവർക്ക് പുതിയ മുഖം. ഇത് ഭയങ്കര ഇപ്പതാ ഗുരുവായൂരമ്പൽ നടയിൽ ഇപ്പൊ ഇറങ്ങിയതാണ്. അപ്പൊ ഒരു 15 വർഷമായി. ആ ഒരു 2009 തോന്നുന്നു പുതിയ മുഖം റിലീസായിട്ട്. അപ്പൊ അന്ന് തൊട്ട് എനിക്കൊന്ന് ഒരു പയ്യൻ ഉണ്ടാക്കി വിട്ടൊരു തീപ്പൊരിയാണ് ഇപ്പോഴും ഇതിന് കത്തിക്കൊണ്ടിരിക്കുകയാണ്. വരും പോകും വരും പോകും. ചിലത് നമുക്ക് പറയാൻ പറ്റില്ല എന്താണ് പാട്ടിനെ കൂടുതൽ. ഇത് കോമഡി ട്രോളായിട്ടും പാട്ട് ഭയങ്കരമായിട്ട് ഹിറ്റായി. ഇപ്പം എൻ്റെ ലൈവ് ഷോന് പെർഫോം ചെയ്യുന്ന സമയത്ത് ഈ പാട്ട് വരുന്ന ഈ ഒരു വരി വരുന്ന സമയത്ത് അത് ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്ത് പാടാനായിട്ട് നമ്മളുടെ ഓർക്കസ്ട്ര ഇങ്ങനെ ഒരു സാന്ത്വനം നിരി സാന്ത്വനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫുൾ ഓർക്കസ്ട്ര സൈലൻസിൽ പോകും. ഓഡിയൻസിന് പുതിയ മുഖം എന്ന് പാടാനായിട്ട് അവിടെ ഓഡിയൻസിൽ കുറേ പേര് പുതിയ മുഖം എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇടുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ ഇതിൻ്റെ കോമഡി വേർഷൻ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമ്മളും ചിരിച്ചു പോകും അറിയാതെ. കാരണം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ആ ഒറിജിനൽ പവറിലാണ്. പക്ഷെ അതിൽ കുറേ ആൾക്കാർ കോമഡി ആയിട്ട് അവിടെ ഇരുന്നിട്ട് അത് പാടുമ്പം അപ്പോഴാണ് നമുക്ക് അറിയുന്നത് ഈ സാധനം എത്രമാത്രം
വർക്കൗട്ട് ആയിട്ടുണ്ട്. നന്നായിട്ട് പാടുന്ന ആൾക്കാർ കൂടെ ഇതാണ് കൂടുതലും കളിയാക്കി പാടുന്നത്. ചേട്ടൻ എപ്പോഴെങ്കിലും തന്നിട്ടുണ്ടോ എന്തുവാടാ കാണിച്ചു വെച്ചേക്കുന്നത്, എന്റെ പാട്ടിനെ ഇങ്ങനെ ആക്കി കളഞ്ഞല്ലോ എന്നൊക്കെ? അല്ല, അത് ഞാൻ എപ്പോഴും അയാളുടെ പോയിന്റ് ഓഫ് വ്യൂ വെച്ച്, ആ കുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂ വെച്ച് ചിന്തിച്ചിട്ടുണ്ട്. അവൻ ആ പാട്ട് അത്രയും ഇഷ്ടപ്പെട്ടിട്ട് അവൻ പാടുമ്പം അവന്റെ മനസ്സിലിരിക്കുന്നത് പൃഥ്വി പാടിയതാണ്. അവൻ വിശ്വസിക്കുന്നതും അവൻ പാടുന്നത് അതുപോലെ ഉണ്ട് എന്നാണ്. പക്ഷെ ഇപ്പുറത്തിരിക്കുന്ന ജനങ്ങൾക്കാണ് ഇവന് ഇങ്ങനെയാണ് പാടുന്നതെന്ന് മനസ്സിലാവുന്നത്. അപ്പൊ അവൻ ആ പാട്ടിനെ അത്ര ഇഷ്ടപ്പെട്ടിട്ടായിരിക്കില്ലേ അത് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് അവനെ കളിയാക്കാനോ അവനെ പരിഹസിക്കാനോ ഉള്ള രീതിയെക്കാളും കൂടുതൽ അവന്റെ അപ്രിസിയേഷനെയാണ്, ഐ മീൻ അവന്റെ ആ ഒരു സിൻസിയറിറ്റി, അവന്റെ ഇമാജിനേഷനെയാണ് നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുന്നത്. ഇപ്പം ബേസിൽ ചേട്ടന്റെ ഒരു വേർഷൻ നമ്മൾ പുതിയതായിട്ട് നമ്മൾ പുതിയതായിട്ട് അത് കണ്ടു. അപ്പൊ പോലും അവർക്ക് അതിനെ ഇങ്ങനെ എന്താ പറഞ്ഞാൽ ആഘോഷിക്കപ്പെടുവാണ്. ചിലപ്പോ ആ പാട്ട് അത്ര അടിപൊളി ആയിട്ട് ആണ് ഒരു ട്രോളിനപ്പുറത്തേക്ക്. അപ്പം എന്റെ റിക്വസ്റ്റ് ആണ്, ഞാൻ എല്ലാവരുടെയും വേർഷൻ കേട്ടു, പക്ഷെ ഇതിനായിട്ട് ദീപക്കേട്ടന്റെ ആ ഒരു വേർഷൻ കേട്ടിട്ടില്ല. ദീപക്കേട്ടൻ ആ ഒരു പാട്ട് പാടാൻ പറ്റുമോ? ഞാൻ ഈ പാട്ട് പാടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് ട്രോൾ ആവുന്നത് ഇനി ഞാൻ പാടിയതായിരിക്കും. അത് വേണ്ട, അതാ അതുപോലെ തന്നെ വേണ്ട, ഞാൻ ആ റിസ്ക് എടുക്കില്ല. ഓക്കെ. നമ്മൾ റീസെന്റ് ആയിട്ട് നമ്മുടെ തലവനിലേക്ക് വരുമ്പോഴത്തേക്ക്, അപ്പൊ കഴിഞ്ഞ ദിവസം തലവൻ കണ്ടിരുന്നു. ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് അതിന്റെ BGM, പ്രൊമോ സോങ്സ് എല്ലാം. പക്ഷെ എനിക്കും അല്ലെങ്കിൽ എൻ്റെ കൂടെ വന്ന കോണ്ടന്റ് ഹെഡ് ഞങ്ങൾ രണ്ടുപേരാണ് പോയി കണ്ടത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ നിരാശ ഒരു കാര്യമാണ്, അതിന്റെ പ്രൊമോ സോങ് എന്തുകൊണ്ട് ആ സിനിമയിൽ ആഡ് ചെയ്തില്ല എന്നുള്ളത്. അത് ആക്ച്വലി ആഡ് ചെയ്തിരുന്നതായിരുന്നു, 2-3 സ്ഥലത്ത് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ജിസ്മോന്റെ മനസ്സിൽ ആ പാട്ടിനെക്കാളും, അതിപ്പോ ഇന്റർവെൽ ക്ലിപ്പിലൊക്കെ ആദ്യം ആ പാട്ടായിരുന്നു ഇട്ടത്, പക്ഷെ അതിനേക്കാളും മ്യൂസിക്കലി വേറൊരു സാധനം വരണമെന്ന് അതിന്റെ മേക്കേഴ്സിന്റെ ഒരു ആഗ്രഹം അങ്ങനെ പറയുമ്പോൾ, അല്ല അവർ മനസ്സിൽ കണ്ടത് അതാന്ന് പറയുമ്പോൾ അത് മാനിച്ചുകൊണ്ട് എന്നാൽ പിന്നെ ആ പാട്ട് വേണ്ട, നമുക്കത് വെക്കാം. പിന്നെ ആകെ ഒരു നല്ലൊരു ഗ്രിപ്പിംഗ് സ്ഥലം കിട്ടിയത് എൻഡിലാണ്. പടം തീരാൻ പോകുന്നതിന്റെ ആ ടെയിൽ എൻഡില് അത് കൊണ്ടിട്ട് കഴിഞ്ഞപ്പോൾ അതിനൊരു പെട്ടെന്നൊരു ഗൂസ് ബംസ് കിട്ടി. ആക്ച്വലി 2-3 സ്ഥലത്തും ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോൾ എടുത്ത് മാറ്റിയതാണ്. ഈ ബീച്ചേട്ടനെയും കൊണ്ട്, ബീച്ചേട്ടൻ ഇപ്പൊ എനിക്ക് ഇന്ന് സ്പോയിലർ ആണെന്ന് എനിക്കറിയില്ല, ബീച്ചേട്ടൻ അതിലൊരു പാട്ട് പാടിയിട്ടുണ്ട്, ഒരു മെയിൻ ഒരു സോങ്. എനിക്കൊന്ന് അതില് ആ ഒറ്റ പാട്ടേ ഉള്ളതെന്നല്ല നമ്മൾ സിനിമയിൽ കാണിക്കുമ്പോഴത്തേക്കിന്. അപ്പൊ ബീച്ചേട്ടനോടുള്ള ഒരു വർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു പാട്ട് പാടി? ബീച്ചേട്ടൻ എനിക്ക് മുമ്പേ പാടിയിട്ടുണ്ട് ഈ ചേട്ടായിസ് എന്ന് പറഞ്ഞ ഏറുനോട്ടം എന്ന് പറയുന്ന ഒരു പാട്ട്. അപ്പൊ അന്ന് ബിജുവേട്ടനും ലാലേട്ടനും കൂടിയാണ് പാടിയത്. അപ്പൊ അന്ന് എനിക്ക് ബിജുവേട്ടന്റെ പാട്ട് എങ്ങനെയാണ് എന്നെനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ പലപ്പോഴും ബിജുവേട്ടൻ്റെ കൂടെ ഇപ്പം നമ്മുടെ 101 വെഡിങ്സ് എന്നുള്ള പടത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ കമ്പോസിങ്ങിന് അവർ ഷൂട്ടിൻ്റെ ലൊക്കേഷനിൽ പോയപ്പോൾ ബിജുവേട്ടൻ രാത്രി പേപ്പറുമ്പിൽ മുട്ടിയിട്ടുള്ളൊരു പാട്ടുണ്ട്. ഈ പേപ്പർ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് സോഫ്റ്റ് ആവില്ലേ, അതിൻ്റെ മുകളിൽ പുള്ളി താളം പിടിച്ച് പാടുന്നത് നല്ല രസം. പുള്ളി നല്ല താളബോധമുള്ളൊരു. അപ്പം ഞാൻ പുള്ളിയുടെ പാട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും നന്നായിട്ട് പാടുന്ന ഒരാൾ, നല്ല ശബ്ദമാണ്, പക്ഷെ വളരെ ഷൈ ആണ്, അങ്ങനെ പെട്ടെന്ന് പാടില്ല. വെറുതെ പാടാൻ പറഞ്ഞാലും പുള്ളി പാടില്ല. അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെ ഇതിൽ, കാരണം ഇത് ശരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഈ പടത്തിൽ ആ പാട്ട്. അപ്പോൾ അത്രയും തന്നെ ഡീപ്പായിട്ടുള്ളൊരു ശബ്ദത്തിൽ വിസ്പറിങ് പോലെ വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് കൂടുതൽ കിട്ടും. അവിടെ ഒരു സിംഗറിനെക്കാളും കൂടുതൽ അതിൻ്റെ ആ ഒരു എക്സ്പ്രഷൻ ഓഫ് ദ മൈൻഡ് എന്നാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ പാടി നോക്കാം, പക്ഷെ നീ ഒന്ന് അതിന് പിടിപ്പിച്ച് നോക്ക്, എന്തെങ്കിലുമൊക്കെ ചെയ്ത് രക്ഷപ്പെടുത്താൻ പറ്റുവാണെങ്കിൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇവരൊക്കെ ആക്ച്വലി നല്ല സിംഗേഴ്സ് തന്നെയാണ്. പക്ഷെ ഷൈ ചെയ്ത് പോകുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നമാണ്. പാടിയപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു. കാരണം ആ സീനിന്റെ തൊട്ട് മുമ്പേ പുള്ളി സംസാരിച്ചു വന്ന് അങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുമ്പോൾ പുള്ളിയുടെ ശബ്ദത്തിൽ തന്നെ വരുമ്പോൾ കിട്ടുന്ന ഒരു എഫക്റ്റ്. ചേട്ടാ, അതേപോലെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ് ഈ സിനിമയുടെ ഒരു BGM എന്ന് പറഞ്ഞത്. അതായത് ഒരുപാട് റിവ്യൂവേഴ്സ് നല്ല അഭിപ്രായം പറഞ്ഞാണ് ഇപ്പോൾ ചേട്ടൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. സാധാരണ ഈ റിവ്യൂവേഴ്സൊക്കെ ഇത്രയും നല്ല അഭിപ്രായം പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്, കാരണം അവരിങ്ങനെ അളന്ന് മുറിച്ചൊക്കെയാണ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നത്. അപ്പം എസ്പെഷ്യലി ആ ഒരു ജയിലിൽ അല്ലെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ വന്നേക്കുന്ന BGM ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ ചേട്ടൻ ഇത് എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്തെടുക്കുന്നത്? ആ ഒരു സീൻ കണ്ടിട്ടാണോ? അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു എക്സിക്യൂഷൻ? ഫസ്റ്റ് ഒരു പടം നമ്മൾ കാണുന്ന സമയത്ത് മ്യൂസിക് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ സൗണ്ട് എഫക്ട്സ് ഉൾപ്പെടെയാണ് അവരെനിക്ക് തന്നത് പടം കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ കാണുന്ന സമയത്ത് പോലീസ് സ്റ്റേഷൻ സീനിലൊക്കെ ഒരു മ്യൂസിക്കും ഇല്ലാതെ നമ്മൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ വയർലെസ് തമ്മിൽ ഉള്ള ചെറിയ ചെറിയ ഡിസ്റ്റർബൻസ് സൗണ്ട്, പോലീസുകാർ തമ്മിൽ സംസാരിക്കുന്ന ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു ഡയലോഗ് വരുമ്പം കൂടുതൽ ചില സമയത്ത് നമുക്കൊരു ടെൻഷൻ വരും. നമ്മൾ ആ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്ന ഒരു ഫീലിംഗ് വരും. അതൊക്കെ ചിലപ്പോൾ അവിടെ മ്യൂസിക്കലി എന്തെങ്കിലും ടെൻഷൻ ബിൽഡ് ചെയ്യാൻ നോക്കിയാൽ സാധാരണ സംഭവമായി മാറും. പക്ഷേ ഈ സൗണ്ട് എഫക്ട്സ് എല്ലാം കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും സൗണ്ട് എഫക്ട്സിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് സ്കോർ ചെയ്യുമ്പോൾ
കിട്ടുന്ന ഒരു ഫീലിംഗ് ഇല്ലേ, കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് തോന്നും. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് അതും കേൾക്കാം, ശരിക്കും റിയൽ ലൈഫ് മാതിരി ഫീൽ ചെയ്യാം. പിന്നെ ഈ പടത്തിനെ സംബന്ധിച്ച് ഇതിൽ ഉണ്ടായ ഏറ്റവും വലിയ രസകരമായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ജിസ്മോൻ എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. പിന്നെയാണ് പുള്ളി ഡയറക്ഷൻ ആഡ് ഫിലിം ചെയ്യുന്നതിൻ്റെ മുമ്പേ ഉള്ള കാലം തൊട്ട് നമുക്കറിയാം. വാഴക്കാല പണ്ട് ഞാൻ താമസിച്ചിരുന്ന സമയത്ത് രണ്ടുപേരും തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഞാനും ഒന്നും ആയിട്ടില്ല, പുള്ളിയും ഒന്നും ആയിട്ടില്ല. അപ്പോൾ ജയസൂര്യ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ, പുള്ളിയുടെ വളരെ ക്ലോസ് ഫ്രണ്ട്. അപ്പോൾ ഇവരെല്ലാം ഒരുമിച്ച് ഉള്ള സമയത്തുള്ള പരിചയം. അപ്പോൾ ഇങ്ങനൊരു മൂവി വന്നു കഴിഞ്ഞപ്പം ഞാൻ ആക്ച്വലി കുറച്ച് നാളായിട്ട് എമ്പുരാൻ മാത്രം ഫോക്കസ്ഡ് ആയിട്ട് വേറെ ഒന്നും ചെയ്ത് നമ്മൾ മൈൻഡ് എൻഗേജ്ഡ് ആക്കണ്ട, കുറച്ച് റിലാക്സ് ചെയ്ത് കുറച്ച് ഒരു ബ്രേക്ക് വേണം എന്നുള്ള രീതിയിൽ കുറച്ച് ഹോംവർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തിരിക്കാൻ ഇതാണ് ജിസ്മോൻ വരുന്നത്. ഈ പടം അളിയ നമുക്കൊന്നും ഒരു പടമുണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഈ പടം ചെയ്യുന്ന കാര്യം കുറച്ച് നാൾ മുമ്പേ ഞാൻ കേട്ടിരുന്നു, അതായത് ഞാനായിരിക്കും ചെയ്യേണ്ടി വരിക എന്നുള്ളത്. പക്ഷെ ജിസ്മോൻ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നില്ല. സിദ്ദിഖേട്ടൻ്റെ ഫ്യൂണറലിന് ചെന്നപ്പോൾ അവിടെ വെച്ചിട്ട് ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ജിസ്മോൻ്റെ പടം ചെയ്യുന്നുണ്ടല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനല്ല, എൻ്റെ അടുത്ത് ആരൊന്നും പറഞ്ഞിട്ടില്ല. ചെയ്യുന്നുണ്ട്, വിളി വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ജിസ്മോൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ കുറച്ചാൾ മുമ്പേ പ്ലാൻ ചെയ്തിരുന്നു? ഇല്ല, റീ റെക്കോർഡിങ് അവസാനമാകുമ്പോൾ നോക്കാം, പക്ഷെ എന്നാലും മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ആ ആഗ്രഹം എൻ്റെ ചെവിയിൽ എത്തിയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, പടം കണ്ടു നോക്കാം. ഞാൻ പറഞ്ഞു, ഇപ്പോൾ തൽക്കാലം കുറച്ചാൾ ഒരു റെസ്റ്റിലാണ്, എമ്പുരാനുള്ളത്. പറഞ്ഞ് ഒന്ന് കണ്ടു നോക്കുമെന്ന് പറഞ്ഞു. കണ്ടു നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഒന്നാമതുണ്ടായ അതിശയം, ജിസ്മോൻ ഇങ്ങനത്തെ ഒരു പടം, അതായത് നമ്മൾ നന്മ പ്രതീക്ഷിച്ചിരിക്കുകയല്ലേ അവിടെ. അപ്പോൾ അത് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു പടം, ആസിഫ് അലി ജിസ്മോൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒറ്റ സീനാണ് ആസിഫ് അലി എപ്പോഴും ഇങ്ങനെ ഒരു പാട്ട് സീനിൽ ഇങ്ങനെ വേറൊരു റൊമാൻറ്റിക് ആയിട്ട് ചിന്തയിൽ പോകുന്ന ആസിഫ് അലി, അല്ലെങ്കിൽ വിരഹം. ഇതാണ് എൻ്റെ കഴിഞ്ഞ ജിസ്മോൻ്റെ 2 പടത്തിലും ഇത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇത് തന്നെയാണ് പ്രതീക്ഷിച്ചത്, വേറൊരു ആസിഫ്, അപ്പോൾ വേറൊരു ജിസ്മോൻ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി, ജിസ്മോൻ്റെ അടുത്ത് നോക്കി. അപ്പോൾ പുള്ളി ഇങ്ങനെ ചിരിച്ചു. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഉഗ്രനായിട്ടുണ്ട് ഫസ്റ്റ് എഡിറ്റ്. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഭയങ്കര ഒരു മാറ്റമാണല്ലോ. പിന്നെ അതാ ഞാൻ പറഞ്ഞത്, അളിയൻ തന്നെ അത് ചെയ്യും. ഞാൻ പറഞ്ഞത് ശരി, അത് ചെയ്യാം, പക്ഷേ എങ്ങനെയാണ് ഇതിൻ്റെ സമയമുണ്ട്, നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ ഫുൾ ചെയ്ത് പെട്ടെന്നൊരു വളരെ ഫാസ്റ്റായിട്ട് തന്നെ, കാരണം വളരെ ക്ലിയർ ആയിരുന്നു ആ തന്ന എഡിറ്റിലെല്ലാം. ഒരു കൺഫ്യൂഷനോ ഒന്നും എനിക്ക് തോന്നിയില്ല. വളരെ ക്ലിയർ ആയിട്ട് മേക്കിങ്ങിൽ ഒരു ഡെഫിനറ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു പടം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് എന്താന്ന് വെച്ചാൽ ഞാൻ അങ്ങ് ചെയ്തോ, ഞാനങ്ങ് വിട്ടുതരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ എൻ്റെതായ രീതിയിൽ എനിക്ക് പലതും ഐഡിയാസ് മനസ്സിൽ വരുന്നുണ്ട്, ചെയ്യാം, പൊളിച്ച് അങ്ങ് തന്നോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് ചെയ്തു. അപ്പോൾ ആ കിട്ടിയ ഒരു എക്സൈറ്റ്മെൻറ്റിൽ പെട്ടെന്ന് തന്നെ പണി തുടങ്ങി. പ്രോഗ്രാമേഴ്സിൻ്റെ അസിസ്റ്റൻസ് ആയിട്ട്, കാരണം പെട്ടെന്ന് തീർക്കണമല്ലോ, എല്ലാവരും പടത്തിന് മാക്സിമം ഒരു 20-25 ഡേയ്സിൻ്റെ ഉള്ളിൽ തീർക്കണം. എല്ലാം എനിക്കും വളരെ ക്ലിയർ ആയതുകൊണ്ട് പ്രതീക്ഷിച്ച സമയത്തിനേക്കാളും മുമ്പേ ഓൾമോസ്റ്റ് ഫസ്റ്റ് ഹാഫ് തീർന്നു. പുള്ളി വന്ന് കണ്ട് എല്ലാം ഓക്കെ പറഞ്ഞ് പോയി. സെക്കൻഡ് ഹാഫും പുള്ളി കാണുന്നതിന് മുമ്പേ പ്രോഗ്രാമേഴ്സ് വായിച്ചു, എല്ലാം കൊടുത്തൊക്കെ തന്നു. ഫസ്റ്റ് ഹാഫ് പുള്ളി ഓക്കെ അടിച്ചുകൊണ്ട് അത് ഞാൻ മിക്സിങ്ങിന് കൊടുത്തു വിട്ടു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അളിയ നമുക്ക് ഒന്ന് കാണണം. അപ്പോൾ ഞാൻ എന്ത് പറ്റി, ഒന്ന് പ്രിവ്യൂ തിയേറ്ററിലേക്ക് ഒന്ന് വരുമോ? ഞാൻ പറഞ്ഞല്ല, അവിടെ വരുന്ന എന്തിനാണ്, കാര്യം ഞാൻ പറയാം. അപ്പോൾ എനിക്ക് എന്താ കാര്യം എന്ന് മനസ്സിലായില്ല. അവിടെ ഞാൻ പ്രിവ്യൂ തിയേറ്ററിലേക്ക് പോയപ്പം ആദ്യം കണ്ട പോലെ തന്നെ വീണ്ടും ഈ പടം വലിയൊരു സ്ക്രീനിൽ കുറച്ച് പേരിയ്ക്കുന്നു. അപ്പോൾ എന്നെയും വിളിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഈ പടം വീണ്ടും എന്തിനാണ് കാണുന്നത്. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പം കുറേ സീൻസ് മാറിയിട്ടുണ്ട്, ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലൊക്കെ. അപ്പോൾ ഇത് മാറിയപ്പോൾ എൻ്റെ മനസ്സിൽ മൊത്തം പണിയൊക്കെ കഴിഞ്ഞ് മിക്സിന് കൊടുത്ത പടമല്ലേ ഇത്. അപ്പോൾ ഇത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എങ്ങനെയുണ്ട് പടം ഇപ്പം? നമ്മൾ സംഭവം നന്നായിട്ടുണ്ട്, പക്ഷേ നമ്മളിതിൻ്റെ ഫസ്റ്റ് ഹാഫ് കൊടുത്തില്ലേ. അതല്ല, പടം ഇപ്പം എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു പടം നന്നായിട്ടുണ്ട്, അതായിരുന്നു നല്ലത്, ഇതാണോ നല്ലത്? ഞാൻ പറഞ്ഞു അത് ശരിയാണ്, ഇത് കുറച്ചും കൂടി ക്രിസ്പായിട്ടുണ്ട് അല്ലേ, അപ്പം നമുക്ക് ഇതാണ് ഇപ്പോൾ പടം. ഞാൻ പറഞ്ഞു അപ്പോൾ അത് പോയി, ഇത് നമ്മൾ രണ്ടാമത് ചെയ്യാം. അപ്പോൾ അത്രയും തീർത്തതൊക്കെ ഞാൻ പറഞ്ഞു ഓക്കെ ശരി. രണ്ടാമത് തുടങ്ങി, ഫസ്റ്റ് ഹാഫൊക്കെ ചെയ്തു. അങ്ങനെ ഫസ്റ്റ് ഹാഫൊക്കെ ചെയ്തു, സെക്കൻഡ് ഹാഫൊക്കെ ചെയ്തു, ഓൾമോസ്റ്റ് ക്ലിയറായി. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞ് വന്നപ്പോൾ ജിസ്മോൻ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, ടെയിൽ എൻഡിൽ ഇങ്ങനൊരു സംഭവം, ടെയിൽ എൻഡ് അല്ല പടത്തിൻ്റെ ഒരു പട്ടിക, ഞാനത് ഇപ്പം ഡിസ്ക്ലോസ് ചെയ്യുന്നത് ശരിയല്ല, മിഡ് ആകുമ്പോഴേക്ക് ഇങ്ങനൊരു സംഭവം, അതിന് നമ്മൾ മറിച്ച് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ, ഞാൻ ഇങ്ങനെ ഒരാളെ പടം കാണിച്ചു എൻ്റെ ഒരു ഫ്രണ്ടിനെ. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമാണ്,
ഇങ്ങനൊരു ചോദ്യം, ഈ ചോദ്യം ആളെ ചിന്തിച്ചിരുന്നു? ഞാൻ പറഞ്ഞില്ല, ആരും ചിന്തിച്ചില്ല, ഭയങ്കര ബുദ്ധിയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഇനി എന്ത് ചെയ്യും? ആ ചോദ്യം നമ്മൾ ആരും ചിന്തിച്ചില്ലല്ലോ. അടുത്ത എഡിറ്റ് ഹാർഡ് ഡിസ്ക്. അപ്പോൾ ഞാൻ പറഞ്ഞേ അതെ, അതുകൊണ്ട് ഞാൻ വീണ്ടും എഡിറ്റ് ചെയ്തു, ഇത് പിടിക്കിനി, ഇനി ഇതിൽ ആ ചോദ്യം വരില്ല. അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ ഈ ചെയ്തതോ അത് നമുക്ക് എന്തൊക്കെ ചെയ്യ്. അപ്പം ഇങ്ങനെ ഈ മിനുക്കി ചെയ്തു വന്നപ്പോൾ സമയം അങ്ങ് കുറേ എടുത്തു. പക്ഷേ എത്ര സമയം എടുത്താലും ഇതിങ്ങനെ പോളിഷ് ചെയ്ത് ഒരു ലൂപ്പ് ഹോളും ഇല്ലാത്ത രീതിയിൽ പുള്ളി ആക്കിയെടുത്തു. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ പുള്ളിയുടെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് അല്ലേ ഈ ത്രില്ലർ മൂവീസ്. അതുകൊണ്ട് തന്നെ ഇതിൽ ആൾക്കാർ ജിസ്മോൻ എന്തിനാണ് ഈ നന്മ വിട്ട് വന്നത് എന്ന് ആൾക്കാർ ചോദിക്കരുത്. അതായത് എറർ ഫ്രീ ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം പുള്ളിക്കുമുണ്ട്. പിന്നെ പുള്ളിയുടെ ഒരു ഏറ്റവും വലിയൊരു നല്ലൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ആരെന്ത് പറഞ്ഞാലും അത് മാനിക്കും. അതായത് ഒരു അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായം പല ആംഗിളിൽ നിന്നും ചിന്തിച്ച് പിന്നെ അത് കുറച്ച് പേരുടെ കൂടെ കൺസൾട്ട് ചെയ്ത് എന്നാൽ പിന്നെ നമുക്കത് ഓക്കെ അങ്ങനെ എല്ലാം കൂടുതൽ അഭിപ്രായം വന്ന സ്ഥിതിക്ക് നമുക്കത് ചെയ്യാം. അല്ലാതെ ചില ആൾക്കാർ ഇത് എൻ്റെ പടത്തിൽ ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യില്ല. ആ ഗ്രൂപ്പിലുള്ള ആൾക്കാർ എന്തൊക്കെ പറയുന്നോ അതെല്ലാം പുള്ളി മാനിക്കും. അപ്പം അതുകൊണ്ട് ഡിലേ വരും, നാച്ചുറലി കുറേ അഭിപ്രായങ്ങൾ വരുമ്പോൾ ഡിലേ വരും. പക്ഷെ അൾട്ടിമേറ്റ്ലി പ്രോഡക്റ്റ് എപ്പോഴും നന്നായിട്ട് തന്നെ പുള്ളി ഡെലിവർ ചെയ്യും. അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പം കാണുന്നത്. അതെ അതെ. ഇപ്പോൾ അതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഭാഗമുണ്ട്. അതായത് ഇത് തന്നെ ഈ ജയിലിൽ നടക്കുന്ന ഒരു അടിക്കകത്ത് ഈ പണ്ടൊക്കെ എന്ന് പറയുമ്പോഴത്തേന് വേറെ കുറച്ച് ട്യൂണുകളും അല്ലെങ്കിൽ അടിയാണെങ്കിൽ പക്ക റഫ് ട്യൂൺസ് ഒക്കെ ആയിരിക്കും ഇടുന്നത്. പക്ഷേ ഇപ്പം വരുമ്പോഴത്തെ കുറേ ചേഞ്ചായി. ഇതിനിടയിൽ കുറച്ച് ട്രഡീഷണൽ മ്യൂസിക്കും അതിനങ്ങനെയാണോ പറയേണ്ടത് എനിക്ക് അറിയാൻ പാടില്ല, കുറച്ച് മ്യൂസിക് ഒക്കെ ആഡ് ഓൺ ചെയ്തിട്ട്. ട്രഡീഷണൽ അല്ല സ്നേഹ ഉദ്ദേശിക്കുന്നത്, കുറച്ച് ലൈവ് ആയിട്ടുള്ള അല്ലേ? അതെ അതെ, അങ്ങനെ കുറച്ച് മ്യൂസിക് ഇടയ്ക്ക് കയറി വരും. പക്ഷെ അത് നമുക്ക് ശ്രദ്ധിച്ചാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ, മ്യൂസിക് കയറി വരുന്നുണ്ട്. അത് റിവ്യൂസിൽ ഞാൻ കുറെ ആൾക്കാർ ശ്രദ്ധിച്ചതായിട്ട് കണ്ടു. ടിപ്പിക്കൽ ഇലക്ട്രോണിക് ടെക്നോ മ്യൂസിക് അല്ലാതെ കുറച്ച് ഓർഗാനിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്. അത് എന്തുകൊണ്ടാ വെച്ചാൽ അതിപ്പം കുറച്ചു പേര് ഞാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു. അതായത് ഇതിൽ ഭയങ്കര ഫ്രഷ് ആയിട്ട് എന്തോ ചെയ്തിട്ടുണ്ട്, ഡിഫറെന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിൽ അപ്പം ഞാനിത് ഇതിൽ ഡിഫറെൻ്റ് ആയിട്ടും ഫ്രഷ് ആയിട്ടും എന്നൊക്കെ പറയാൻ മാത്രം ഞാൻ മനഃപൂർവ്വം ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല. ഞാനായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ രീതിയിൽ പറഞ്ഞാൽ ഓവർ ഇലക്ട്രോണിക് ഇല്ല. അത് ചെയ്തപ്പോൾ ആൾക്കാർക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വന്നപ്പോൾ അത് ഭയങ്കര ഫ്രഷ് ആയിട്ട് തോന്നി. അപ്പോൾ അതാണ് ഈ ഫ്രഷ്നെസ്. പിന്നെ ഇൻറ്റൻഷനലി മറ്റ് പടങ്ങളിൽ ഇങ്ങനത്തെ സീക്വൻസസ് വരുമ്പം ചെയ്യാൻ സാധ്യതയുള്ള, ഇപ്പം നമ്മൾ മറ്റു പടങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കറിയാലോ ഇങ്ങനത്തെ ഒരു സീൻ വന്നാൽ ബൈ ഡിഫോൾട്ട് ഇങ്ങനെയായിരിക്കും ബാക്കി പടങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത്. അതിൽ നിന്നും ഒക്കെ അത് മാറ്റി വെച്ച് വേറെ എന്ത് ചെയ്യാം. അപ്പം നമുക്ക് അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ ഒരു ഡിഫറൻസ് ഒരു എക്സ്പീരിയൻസിൽ വരും കാണുന്നത്. അത്രേ ഉള്ളൂ. ഇപ്പോൾ ഓരോ പടങ്ങൾ വരുമ്പോഴും നമ്മളിങ്ങനെ റിസർച്ച് ചെയ്യുമായിരിക്കും എന്തായിരിക്കും പുതിയത് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഇൻപുട്ട് എന്തായിരിക്കും വേണ്ടെന്നുള്ളത്. അപ്പം ചിലരുടെ ഇൻ്റർവ്യൂസിൽ കേൾക്കാറുണ്ട്, നമ്മൾ പുതിയ ഓരോ കണ്ടുപിടുത്തങ്ങളും ചെയ്യും, പല ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ തന്നെ ഉണ്ടാക്കും, ചിലപ്പം ചില പർട്ടിക്കുലർ ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേട്ടൻ ട്രൈ ചെയ്യാറുണ്ടോ? ഇത് ഓഫ്കോഴ്സ് ഇന്നോവേറ്റീവായിട്ട് പുതിയ സൗണ്ട്സ് ആണ് എപ്പോഴും നമുക്ക് ഒരു ഡിഫറൻസ് ആദ്യം കൊണ്ടുവരുന്നത്. പക്ഷേ ഈ സൗണ്ടിൻ്റെ ഒപ്പം തന്നെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, എവിടെ എന്ത് ചെയ്യണം എന്നുള്ളത്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും ഒരു പടത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറഞ്ഞാൽ ഞാൻ ബിലീവ് ചെയ്യുന്നത് ആ പടത്തിൽ നിന്നും ശ്രദ്ധ പോവാതെ പടം നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുക. അത് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കേൾക്കുന്നതിൻ്റെ ഇടയിൽ ബാക്ക്ഗ്രൗണ്ട്സിലേക്ക് ശ്രദ്ധ മാറിയാൽ എന്നെ സംബന്ധിച്ച് അത് ഒരു ഡിസ്ട്രാക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും കഴിയുന്നതും ശ്രദ്ധിക്കും പടത്തിൽ നിന്നും ശ്രദ്ധ പോവാതെ. ഇപ്പം ചില ആൾക്കാർ പറയില്ലേ പടം ആവറേജ് ആണ്, BGM ഉഗ്രനായിരുന്നു. അപ്പോൾ ഒരു ആവറേജ് ആയ പടത്തിനെ അബവ് ആവറേജ് ആക്കാൻ ആ BGM ഹെൽപ്പ് ചെയ്തിട്ടില്ല. കാരണം ആ BGM വേറെ ട്രാക്കിലാണ് പോയത്. BGM ആസ് എ BGM ആൾക്കാർ ശ്രദ്ധിച്ചു. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെയല്ല. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ ആ പടത്തിന് ഡിസ്ട്രാക്ഷൻ വരാതെ ഇഷ്ടപ്പെടുക. ഇപ്പം തന്നെ തലവൻ കൊള്ളാം എന്ന് പറഞ്ഞതിന് ശേഷമാണ് ആൾക്കാർ BGM ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് പറയുന്നത്. വിച്ച് മീൻസ് ദാറ്റ് ഇസ് ഗുഡ്, പടം വർക്കൗട്ടായി. അപ്പം അതാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. പിന്നെ ഓഫ്കോഴ്സ് ഓരോ ട്രെൻഡിനനുസരിച്ച് പല പല സൗണ്ടിങ്ങും കാര്യങ്ങളും മസ്റ്റാണ്. ഇപ്പം സൗണ്ടിലാണ് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഡിഫറൻസ് വരുന്നത്. ഇപ്പോൾ പാട്ടുകാർ തന്നെ
വളരെ കേട്ട് പരിചയമുള്ള പാട്ടുകാരല്ലാതെ പുതിയ പാട്ടുകാർ വരുമ്പോൾ കിട്ടുന്ന ഒരു ഫ്രഷ്നെസ്. പാട്ടുകാർ ചിലപ്പോൾ നന്നാവണമെന്നില്ല, പക്ഷെ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസാണ് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ സൗണ്ട് എക്കാലത്തും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ചില ആൾക്കാർ ഡ്രംസ് വിട്ട് വെറുതെ ടേബിൾ മേലൊക്കെ അടിച്ച് റെക്കോർഡ് ചെയ്ത് അതെടുക്കുമ്പോൾ വേറൊരു ഫീലിംഗ് ഫ്രഷ് ആയിട്ട് തോന്നുന്നു എന്ന് പറയില്ലേ. ഈ ഫീൽ ഗുഡ് വിട്ടിട്ട് ഒരു ത്രില്ലറിലേക്ക് ഒരു എക്സ്ട്രീം വേർഷനിലേക്ക് വന്നൊരു സമയമാണ് നമ്മുടെ ജിസ്റ്റോ ചേട്ടൻ. അപ്പോൾ എന്തായാലും ചേട്ടൻ വന്ന് കുറേ കാര്യങ്ങൾ എന്തായാലും പറഞ്ഞിട്ടുണ്ടാവും, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ചേട്ടൻ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കാണും എൻ്റെ പടത്തിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ വേണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തുടക്കത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനത്തെ മ്യൂസിക് വേണം അങ്ങനെ? ഇല്ല ജിസ്മോൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ ഒരിക്കലും. കാരണം എനിക്കറിയാം ജിസ്മോൻ എൻ്റെ മുകളിൽ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസവും ഒരു ഫെയ്ത്ത് എന്ന് പറയില്ലേ, അതുണ്ടാകുമ്പോൾ നമുക്ക് റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്. ഇപ്പം നമ്മളുടെ മുകളിൽ ഫെയ്ത്ത് ഇല്ലാതെ ഇരിക്കുമ്പോഴാണ് അത് വേണം ഇത് വേണം ഇത് വേണം അത് വേണം എന്നൊക്കെ ഇമ്പോസ് ചെയ്യുന്നത്. അപ്പം എളുപ്പമാണ്, ആ പറഞ്ഞതങ്ങ് ചെയ്തു കൊടുത്താൽ മതിയല്ലോ. പിന്നെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ചോദിച്ചതല്ലേ, ഞാനല്ലല്ലോ, ഞാൻ വേറെ ചിന്തിക്കാനിരുന്നതാണ്, നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഇത് ചെയ്തതെന്ന് പറയാം. പക്ഷേ എല്ലാം നമ്മളുടെ മുകളിൽ വിട്ടു തരുന്ന ഒരു വിശ്വാസം ഒരാൾ നമ്മളെ മുകളിൽ കാണിക്കുമ്പം പിന്നെ നമുക്ക് ഡബിൾ റെസ്പോൺസിബിലിറ്റിയാണ്. അയാൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്ത് കൊടുക്കണം. നേരെ മറിച്ച് ഞാൻ പറയാം, നമ്മൾ ഈ പടത്തിൻ്റെ ഇടയിൽ ഒരു ദിവസം ഞാനും ജിസ്മോനും അരുൺ നാരായണനും പിന്നെ 2-3 പേര് അസോസിയേറ്റ്സ് എല്ലാവരും കൂടി വേറെ പടം കാണാൻ പോയി ഒരു ബ്രേക്കിന്, ഇത് ചെയ്യുന്നതിനുള്ള തിയേറ്ററിൽ. അതപ്പം നന്നായിട്ട് സക്സസ്ഫുൾ ആയിട്ട് ഓടുന്നൊരു പടം. ആ പടം കണ്ടപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ടേസ്റ്റിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് ആയിരുന്നില്ല ആ പടം. ഭയങ്കര ശബ്ദവും ഭയങ്കര നോയ്സി, അതായത് ഇമ്പാക്റ്റിന് വേണ്ടിയിട്ട് പൊട്ടിത്തെറിക്കുന്ന ശബ്ദങ്ങൾ നിറച്ചും വരിക. കുറേ ആൾക്കാർ അത് നല്ലതാണെന്ന് റിവ്യൂ ഞാൻ കണ്ടു, റിവ്യൂവേഴ്സ് എല്ലാം എന്താ ബീജം എന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് കഥ കാണുന്ന സമയത്ത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു, ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെങ്കിൽ എന്താണ് നല്ലത് എന്ന് പറയുന്നൊരു സംഭവം. ഇറങ്ങിയ ഉടനെ തന്നെ നമ്മുടെ പടത്തിൻ്റെ വർക്ക് തുടങ്ങിയിട്ടില്ല, ഐ മീൻ ജസ്റ്റ് ആയി വരുന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ അരുൺ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ദീപകേട്ടാ നമ്മളിപ്പോൾ കണ്ട പടത്തിൻ്റെ അതൊക്കെ പോലെ തന്നെ നമ്മളുടെയും വരുമല്ലോ അല്ലേ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര ടെൻഷനായി, ഇതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ എങ്ങനെ പറയും. അപ്പം ഞാൻ അരുണിൻ്റെ അടുത്ത് പറഞ്ഞു, അരുൺ അതുപോലെ ആയിരിക്കില്ല, പക്ഷെ നന്നായിരിക്കും എന്ന് ഞാൻ ഉറപ്പ് തരാം. അപ്പോൾ പറഞ്ഞു, അല്ല ദീപകേട്ടാ നമുക്ക് ഒരു ഇപ്പം പടം എവിടെ ഇരിക്കുന്നോ അതിൻ്റെ വേറെ ലെവലിലേക്ക് മ്യൂസിക് വന്നു കഴിഞ്ഞാൽ എത്തണം. ഞാൻ പറഞ്ഞു, ഇപ്പം പടം നല്ലയിടത്താണ് ഇരിക്കുന്നത്, ഒരു വീണ് കിടക്കുന്ന പടത്തിനെ രക്ഷപ്പെടുത്താനല്ല അരുൺ പറയുന്നത്. പടം ഓൾറെഡി നല്ലതാണ്, അത് താഴെ പോവാതെ ആ ഇൻട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന സാധനം ഞാൻ ചെയ്തോളാം. അത് പറഞ്ഞപ്പോൾ അരുണിനും ടെൻഷനായി, ദീപകേട്ടാ അല്ല നമുക്ക് നല്ല പഞ്ച് ഉണ്ടാവില്ലേ. ഞാൻ പറഞ്ഞു ഒന്നും കൂടെ, ഞാൻ പറഞ്ഞു ജിസ്മോനി ടെൻഷൻ ഇല്ലല്ലോ, അരുൺ എന്തിനാണ് ടെൻഷൻ പിടിക്കുന്നത്. അപ്പം നല്ല ഒരു പ്രൊഡ്യൂസറിൻ്റെ അവസ്ഥയാണ്, ഒന്ന് ചിന്തിക്കണം, നമുക്ക് എന്താണ് ആൾക്കാർക്ക് ഇഷ്ടം എന്ന് പറയാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട. എന്നാൽ ജിസ്മോന് ഈ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. ജിസ്മോൻ എപ്പോൾ വന്നു കഴിഞ്ഞാലും ആ ജിസ്മോൻ്റെ ഒരു ചിരി ഉണ്ടല്ലോ, സന്തോഷമുള്ളൊരു ചിരി, അതെപ്പോഴും ഉണ്ടാവും. അളിയാ പൊളിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. ഇപ്പോൾ ചേട്ടനിടയ്ക്ക് പറഞ്ഞില്ലേ പല സമയത്ത് പല എഡിറ്റിങ്ങിന് കൊണ്ടുവന്നത്. അപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പിന് അപ്പുറത്തേക്ക് നമ്മുടെ ഒരു വർക്കാണല്ലോ. അപ്പോൾ എപ്പോഴെങ്കിലും ഈ പടത്തിലായിക്കോട്ടെ വേറെ ഏതെങ്കിലും പടത്തിൽ നമുക്ക് ദേഷ്യം വരില്ല, ചിലപ്പോൾ ഇറിറ്റേറ്റഡ് ആകത്തില്ലേ, എത്ര പ്രാവശ്യം ഞാൻ ചെയ്ത് കൊടുത്തത് ശരിയാവുന്നില്ല. അല്ലെങ്കിൽ അത് ഞാൻ ജിസ്മോൻ്റെ അടുത്തായിട്ട് തമാശക്ക് പറയും, ഇനി പോകുന്ന വഴിക്ക് ഈ പടം ആരെയും കാണിക്കല്ലേ. അപ്പോൾ അതെന്താ ഞാൻ പറയാം, അയാൾ പറയുന്നത് ഇരുത്ത് പിന്നെ എഡിറ്റ് ആവും, അത് വേണ്ട. പറഞ്ഞ അല്ലല്ല അത് പറയുന്നതൊക്കെ ശരിയല്ലേ എന്ന് പറഞ്ഞിട്ട് തർക്കത്തിലേക്ക് വരും നമ്മൾ രണ്ടുപേരും. ഞാൻ പറയും തമാശ പറഞ്ഞതാ. പിന്നെ ഞാൻ അവസാനം ജിസ്മോൻ്റെ അടുത്തുണ്ട്, ഈ പടം എത്രയും പെട്ടെന്ന് ഒന്ന് ഇറങ്ങണമായിരുന്നു. അതെന്താണ് ഞാൻ പറഞ്ഞു, പിന്നെ തിരുത്ത് വരില്ലല്ലോ, അതുകൊണ്ടാണ്. പറഞ്ഞല്ല അത് ഇനിയിപ്പോൾ തിരുത്തൊന്നുമില്ല, ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ ചുരുക്കി പറഞ്ഞത് ഒരു 10-28 ദിവസത്തിൽ തീരേണ്ട പണി ഒരു 3-4 മാസം പിടിച്ചു. പക്ഷെ എന്നാലും അതിൻ്റെ റിസൾട്ട് വളരെ നന്നായിട്ടുണ്ട്. എന്ത് പറഞ്ഞു ജിസ്റ്റേട്ടൻ ഒരു ഫൈനൽ ഔട്ടും ഈ പാട്ടിന് എല്ലാ പരിപാടീസും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കാണുമല്ലോ? സാറ്റിസ്ഫാക്ഷൻ സത്യം പറഞ്ഞാൽ നമ്മളുടെ എല്ലാവരെയും ജഡ്ജ്മെന്റ് പോയി. ഞാൻ ഈ ആദ്യത്തെ പ്രാവശ്യം പടം കണ്ട വേർഷൻ 1-ൽ നിന്നും വേർഷൻ 6-ലേക്ക് കറക്ഷൻസ് ഇങ്ങനെ വന്ന് അവസാനം വേർഷൻ 1 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വേർഷൻ 6 നല്ലതാണ്. പക്ഷെ പൊതുജനം ആദ്യം കാണുന്നത് വേർഷൻ 6 ആണ്, ഫൈനൽ എഡിറ്റ്. അപ്പം ഈ ഫൈനൽ എഡിറ്റിലേക്ക് വന്നപ്പോൾ നമ്മുടെയൊക്കെ ജഡ്ജ്മെന്റ് പോയി. അപ്പം എന്നെ സംബന്ധിച്ച് ഇത് എന്താണ് പടം, എനിക്ക് പടം ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ ചെയ്യുന്ന ഏത് പടവും കണ്ട് എനിക്ക് അതിനോടൊരു അറ്റാച്ച്മെൻറ്റ് വരും. അപ്പോൾ അതിൻ്റെ വെരി ഫസ്റ്റ് ടൈം കാണുമ്പോൾ അതാണ് ജിസ് എപ്പോഴും എൻ്റെ അടുത്ത് പറയും, ദീപുവിനെ ഫസ്റ്റ് ടൈം കാണിക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ.
കാരണം ആ സമയത്ത് കണ്ടിട്ട് എവിടെയെങ്കിലും ഒരു കല്യാണി കണ്ടാൽ ഞാനത് പറയും. അത് ഞാനുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ഞാൻ വളരെ ഫ്രാങ്ക് ആയിട്ട് പറയും. ഇപ്പൊ ജിസ്മോന്റെ അടുത്ത് ഞാനത് സൺഡേ ഹോളിഡേയിലൊക്കെ സമയത്ത് ഭയങ്കര ബ്ലണ്ടായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് ജിസ്മോന് ഫസ്റ്റ് ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ചിരിച്ച് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തപ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ പറഞ്ഞ ആ ഫസ്റ്റ് ടൈം കാണുമ്പോഴുള്ള ജഡ്ജ്മെന്റ് അല്ല 6th ടൈം കാണുമ്പോൾ. കാരണം പിന്നെ പോയി. ഇത് തന്നെയാണ് ജിസ്മോന്റെ അവസ്ഥ. ഇപ്പൊ ഞാനൊന്നും ഇല്ലെങ്കിൽ എഡിറ്റ് കഴിഞ്ഞിട്ടല്ലേ കാണുന്നത്. പുള്ളി എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഒരിക്കലും നമ്മുടെ ആരെയും ജഡ്ജ്മെന്റ് നമുക്ക് റിലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ജഡ്ജ്മെന്റ് ആയിരുന്നില്ല. അതാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇറങ്ങുന്നതിന്റെ മുമ്പേ അറിയാലോ എന്തൊരു സാധനവും ഇത് ഹിറ്റ് ആവാനുള്ളതാണ്, ഇത് ഏക്കില്ല. പക്ഷെ ഇത് നമ്മൾ കണ്ട് ജഡ്ജ്മെന്റ് പോകുമ്പോൾ ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ദീപകേട്ട, അതേപോലെ നമ്മുടെ ഈ തലവൻ എന്നുള്ള മൂവിയെ ഇപ്പൊ ഒരുപാട് സിനിമകൾ ഇറങ്ങുമ്പോഴത്തേന് ഇവരെല്ലാം ഇതിനെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും. എങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്യും അങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്യും. പക്ഷെ ഈ തലവൻ വളരെ സൈലന്റ് ആയിട്ട് വന്നിട്ട് ഇറങ്ങിയിട്ട് ഹിറ്റ് അടിച്ചൊരു പടമാണ്. അപ്പൊ അതെന്താ അങ്ങനെ ചെയ്യാഞ്ഞത്? പ്രൊമോഷൻ ഒരു വിധത്തിൽ നന്നായി ഇപ്പൊ തോന്നുന്നുണ്ടോ? കാരണം ഇത് ഭയങ്കര ഹൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആൾക്കാർ ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്യും. ഈ പടത്തിന് പിന്നെ ഇത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് പടത്തിന് ഒരു പേരുണ്ടാവണ്ടേ, അതിന് പോലും ഡിലേ ആയിരുന്നു. പല പേരുകൾ ഇട്ടിട്ട് ഒന്നും ചെയ്യും. ഇരുവർ, പിന്നെ സിംഗിൾ തല രാവണൻ. ഇതാ ജാഫർ എനിക്ക് പറയുന്ന പേരായിരുന്നു ആക്ച്വലി പടത്തിന് ഇടാൻ പറ്റത്. അപ്പൊ ഞാനിത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു അത് ഇടരുത്. അപ്പൊ ജിസ്മോൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അല്ല അത് കേൾക്കുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അതൊരു കോമഡി പേര്. അതെ. അപ്പൊ ഇത് പറഞ്ഞില്ലേ എന്റെ ജിസേട്ടാന്ന് പറഞ്ഞിട്ട്, ഇതിനെ ഞാൻ പറഞ്ഞത് ആളിയാ ചതിക്കല്ലേ, ഇത്രയൊക്കെ ചെയ്ത് വെച്ചിട്ട് തിങ്കൾ തല. അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെ കുറെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, എന്ത് പേരിടും എന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ പേര് കിട്ടിയാലല്ലേ ഇതൊന്ന് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എപ്പോഴും ചോദിക്കും, ഫസ്റ്റ് ലുക്ക്, പോസ്റ്റർ, ടീസർ പറഞ്ഞു, അതിനൊക്കെ അവസാനം പേര് വേണ്ടേ? പേരായിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഒരു വിധത്തിൽ അതൊക്കെ നല്ലതായി. ഈ പേര് കിട്ടാതെ ഇങ്ങനെ നീണ്ടു പോകുമ്പം ഹൈപ്പൊന്നും നടന്നില്ല. പിന്നെ ഒരു സംഭവം പറ്റിയെന്താ വെച്ചാൽ, നമ്മൾ പടം ഒരു ഫെബ്രുവരി മാർച്ച് ആകുമ്പോഴേക്ക് തീർന്നു. പിന്നെ സ്ലോട്ടില്ല ഇറക്കാൻ. മിക്സ് എല്ലാം കഴിഞ്ഞ് കൊടുത്തിട്ടും അപ്പോഴേക്ക് വേറെ പടങ്ങളെല്ലാം തിയേറ്റർ ഇങ്ങനെ എടുത്തു. അതുകൊണ്ട് ഒരു വിധത്തിൽ ഈ സൈലൻസ് നമുക്കൊരു ഗുണമായി. അപ്പൊ എങ്ങനെയാണ് പിന്നെ ഈ പേര് ആരാണ് ഇട്ടത്, ഈ തലവൻ എന്നുള്ളൊരു തലക്കെട്ട്? ലാസ്റ്റ് വന്ന റൗണ്ടിൽ സിംഗിൾ തല വെച്ചിട്ട് എനിക്ക് വർക്കിംഗ് മെറ്റീരിയൽ വരെ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ പോസ്റ്റർ എങ്ങനെയായിരിക്കല്ലേ? സിംഗിൾ തല രാവണൻ. അപ്പൊ ഞാൻ ചോദിച്ചൊരു ചോദ്യം ഇതാണ്, ഈ 10 തല ആയതുകൊണ്ടല്ലേ രാവണൻ എന്ന് വിളിക്കുന്നത്? സിംഗിൾ തല ആയ പിന്നെ സാധാരണ മനുഷ്യനല്ലേ, പിന്നെ അതിനെ രാവണൻ എന്ന് വിളിക്കണം. അപ്പൊ ജിസ്വാന ശരിയാണല്ലോ. ഞാൻ പറഞ്ഞത് സിംഗിൾ തല രാവണൻ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് സാധാരണ ഒരു മനുഷ്യൻ എന്നിട്ടാ പോരെ. അപ്പൊ പുള്ളി പറഞ്ഞ അത് പക്ഷേ ഈ ജാഫറിക്ക് വന്നിട്ട് സിംഗിൾ തല രാവണൻ എന്ന് പറയുന്നില്ല. ഞാൻ പറഞ്ഞ പുള്ളി ഒരു ഇടക്ക് കയറി പറയുന്ന ഒരു സംഭവമല്ലേ, അത് വേണ്ട, അങ്ങനെയാണ് അത് മാറ്റിയത്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ സിനിമ കാണാൻ പോയപ്പോഴത്തേക്കും ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. എൻ്റെ കൂടെ വന്ന ആള് 2 പ്രാവശ്യം കണ്ടുണ്ടായിരുന്നു, കോണ്ടന്റ് കണ്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡൗട്ടൊക്കെ ചോദിക്കും. അപ്പം നമ്മളിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പടം കണ്ട് അവസാനം ക്ലൈമാക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ ഇത്രയുള്ളൂ, തീർന്നു, അപ്പൊ ഇത് സെക്കൻഡ് പാർട്ട് ഉണ്ടോ എന്നിങ്ങനെ ഞാൻ ആലോചിച്ചു. അപ്പം ഞാൻ കാണുമായിരിക്കും സെക്കൻഡ് പാർട്ട് ഉണ്ട്. കാരണം നമ്മളിങ്ങനെ എക്സൈറ്റ്മെന്റ് ലാസ്റ്റ് എന്താ ക്ലൈമാക്സ്, വീണ്ടും ഒരു സ്പോയിലറാണ്, പക്ഷെ വീണ്ടും ഒരു സംഭവം ക്ലൈമാക്സ് വരുന്നുണ്ട്. അത് നേരിട്ട് പോയി കണ്ടാലേ അറിയത്തുള്ളൂ. അപ്പം അല്ല അതപ്പോ സെക്കൻഡ് പാർട്ട് ഉണ്ടോ ഈ പടത്തിന്? ഈ പടത്തിന്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ വിചാരിച്ചത് വെറുതെ അങ്ങ് ഇറക്കുകയാണ്, സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് ഒരു ടൈലന്റ് ഇടുകയാണ്. കുറെ പടം കാണുന്നില്ലേ, പക്ഷെ ജിസ്മോന്റെ മനസ്സിൽ വളരെ കൃത്യമായിട്ട് സെക്കൻഡ് പാർട്ടിന്റെ 3/4 റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു ഇതിന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ എന്ത് കാണിക്കും? അപ്പൊ പുള്ളി എൻ്റെ അടുത്ത് ഓരോ ക്യാരക്ടേഴ്സിനുള്ള കണക്ഷൻസ് എവിടെ തുറക്കാം എന്ന് പറഞ്ഞിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സെക്കൻഡ് പാർട്ട് വളരെ ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സെക്കൻഡ് പാർട്ട് എനിക്ക് പറഞ്ഞു തന്നു. അപ്പൊ എനിക്ക് മനസ്സിലായോ, ഓക്കെ, അപ്പൊ ഒരു അർത്ഥം വെച്ചിട്ട് തന്നെ ഇട്ടതല്ലേ. അതേന്നോ. ഞാനപ്പം ഒരു ഒരെണ്ണം കൂടെ ചോദിക്കണമെന്നുണ്ടായി, പക്ഷെ അതിന് ചിലപ്പം ഇതിനൊരു കണക്ഷൻ കിട്ടിപ്പോവും. അത് ചോദിക്കാൻ പറ്റത്തില്ല. ജാഫർ ഇടുക്കി ചേട്ടനൊക്കെ സെക്കൻഡ് പാർട്ടി കാണുമല്ലേ, അപ്പോൾ ഒരു സിംഗിൾ തല രാവണൻ 2 എന്നൊക്കെ ഉള്ള രീതിയിൽ. കാരണം പടം കണ്ടവർക്ക് ഞാൻ ഈ പറഞ്ഞതിനൊരു അർത്ഥം മനസ്സിലാവും. കാരണം ക്ലൈമാക്സ് കാണുമ്പോഴത്തേന് എന്താണെന്നുള്ളത് മനസ്സിലാവും. ഞാൻ കൂടുതൽ പറഞ്ഞില്ല. അപ്പൊ സെക്കൻഡ് പാർട്ട് മിക്കവാറും സിംഗിൾ തല രാവണൻ 2 എന്നൊക്കെ ഇട്ടു പോവും. അല്ല, അത് സിംഗിൾ തല രാവണൻ ആയിരുന്നെങ്കിൽ സിംഗിൾ തല രാവണൻ ഇത് അതേ അല്ലാത്തതുകൊണ്ട്. കാരണം അത് കൊണ്ടുവരുന്ന ജാഫർ ഇടുക്കി ചേട്ടനാണ്. അപ്പൊ സെക്കൻഡ് പാർട്ടിൽ എന്തായാലും പുള്ളിക്ക് ഒരു ഇമ്പോർട്ടന്റ് റോള് കാണുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. ഞാൻ സിനിമ കണ്ടിടത്തോളം ഞാനൊന്നും പറയില്ല. സെക്കൻഡ് പാർട്ട് ഉണ്ടെങ്കിൽ
അതെന്താവായിരിക്കും എനിക്കൊരു ധാരണയുണ്ട്. അതിൽ മ്യൂസിക് ഞാനാണെങ്കിൽ അപ്പോൾ വെച്ച് കാണാം. അപ്പൊ അവിടെ വെച്ച് കാണാം. അപ്പൊ അതേപോലെ ഈ തലവന്റെ സിനിമ ഇറങ്ങിയ ആ ദിവസവും അതിനുശേഷം ഇങ്ങോട്ടൊക്കെ നമ്മുടെ ആസിഫൊക്കെ ഒരുപാട് ഇമോഷണലി ഇതിനെപ്പറ്റി സംസാരിച്ച് കേട്ടിട്ടുണ്ട്. പടം ഇറങ്ങി കഴിഞ്ഞിട്ട് ആള് കാറിൽ കയറുമ്പോഴത്തേന് ഇങ്ങനെ വന്ന് ചോദിക്കുമ്പോഴത്തേക്കിന് ഭയങ്കര ഇമോഷണലിയാണ്, കണ്ണൊക്കെ നിറഞ്ഞിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, അല്ലെങ്കിൽ വല്ലപ്പോഴും ആണ് ഇങ്ങനെ ഓഡിയൻസ് നമ്മുടെ ഒരു സിനിമ അക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം പ്രസ് മീറ്റിൻ്റെയൊക്കെ സമയത്താണെങ്കിലും എഴുന്നേറ്റ് നിന്നിട്ട് റിവ്യൂസിനൊക്കെ ഒരുപാട് നന്ദി പറഞ്ഞിട്ടുള്ള ഒരു രീതി കണ്ടിട്ടുണ്ട്. അപ്പം ആസിഫിക്കിൻ്റെ ആ ഒരു ജേണി അല്ലെങ്കിൽ അതിനെപ്പറ്റി എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആസിഫിൻ്റെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത്, ആസിഫ് ശരിക്കും ഭയങ്കര കാലിബർ ഉള്ള ഒരു നടനാണ്. പക്ഷേ ആസിഫിന് കിട്ടിയ സ്റ്റീരിയോ ടൈപ്പ് റോള് തന്നെ വെച്ചുകൊണ്ട് ആ ഒരു ആക്ടിങ്ങിൻ്റെ അകത്ത് ആ ഹിഡൻ ആയിട്ടുള്ള ജെംസ് ട്രഷറൊന്നും പുറത്തോട്ടേക്ക് അധികം വന്നിട്ടില്ല. അപ്പോൾ ഈ പോലീസ് വേഷത്തിൽ പുള്ളിയുടെ ആ ഗെറ്റപ്പിൽ പുള്ളി തന്നെ പറയുന്ന ഒരു റിവ്യൂ ഞാൻ കണ്ടു, എൻ്റെ ഈ ഒരു സൈസ് വെച്ചിട്ട് പോലീസ് ആവാൻ പറ്റുമോ എന്നുള്ളൊരു സെൽഫായിട്ടുള്ളൊരു കോംപ്ലക്സ് എനിക്കുണ്ടായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി അത് കുഴപ്പമില്ല, അത് വളരെ ശരിയാണ്. കാരണം നമ്മൾ പോലും അത് കാണുന്ന സമയത്ത് പഴയ ആസിഫ് അലി നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങ് പോയി. ഇത് ഇങ്ങനത്തെ ഒരു ആസിഫ് അലി, അത് ബിജുവേട്ടൻ്റെ കൂടെ അഭിനയിക്കുന്നതായിരുന്നു പുള്ളിയുടെ ഏറ്റവും വലിയ ടെൻഷൻ. പക്ഷെ പുള്ളി ആ നേർക്ക് നേർ പിടിച്ച് നിന്നിട്ടുള്ള ആ ഒരു സംഭവം വന്നപ്പം അത്രയും പുള്ളി അതിൽ അറിയാതെ ഇൻവോൾവ് ആയിട്ടുണ്ടാവും. കാരണം പടം കാണുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ആസ്വദിച്ചു ആസിഫിന്റെ, അതായത് ഡയലോഗ്സിൽ തന്നെയല്ല നോട്ടത്തിലും. അപ്പൊ ഞാൻ ബിജുവേട്ടന് പിന്നെ അറ്റ്ലീസ്റ്റ് പോലീസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അച്ഛൻ പോലീസാ, ചെയ്ത കഥാപാത്രങ്ങളെല്ലാം പോലീസാണ്. പക്ഷെ ആസിഫിന് അങ്ങനെ യാതൊരു സംഭവം ഇല്ല. അതില്ലാതെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ബോഡി മാനറിസം, സ്റ്റേഷന്റെ അകത്ത് ഉള്ള ചില സംഭവങ്ങൾ, ആ നടപ്പും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പം വേറൊരു സംഭവം ഉണ്ടല്ലോ, എടുത്ത് എന്താണ് വണ്ടിക്കരടാന്ന് പറയുന്നുണ്ട് കോട്ടയം നസീറിന്റെ അടുത്ത് ഒരു തെറി പറഞ്ഞുകൊണ്ട്. അപ്പൊ അത് ആ പറയുന്ന ടോണൊക്കെ ഇല്ലേ, അത് ശരിക്കും നമ്മളൊന്ന് ശരിക്കും പേടിക്കും. അപ്പൊ അത്രയും പുള്ളി ഇൻവോൾവ് ആയിട്ട് അഭിനയിച്ചിട്ട് എങ്ങാനും ഇത് ആൾക്കാരിലേക്ക് എത്തിയില്ലെങ്കിൽ എത്ര സങ്കടം ഉണ്ടായിപ്പോ. അപ്പൊ ആ ഉണ്ടാവാൻ സാധ്യതയുള്ള സങ്കടമാണ് ഇപ്പൊ സന്തോഷ കണ്ണീരായിട്ട് ഒരു പക്ഷേ വന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ ജിസ്മോന്റെ പടം എന്ന് പറയുമ്പോൾ നമുക്ക് ജിസ്മോൻ ഈ പറഞ്ഞ ഒരു പടത്തിൽ മാത്രമല്ല നേരിട്ടാണെങ്കിലും ഭയങ്കര ഒരു ആസ് എ ഹ്യൂമൻ ബീങ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളിയുടെ പടം ഒരിക്കലും വീഴരുത് എന്നുള്ളൊരു പ്രാർത്ഥന അറിയാതെ പുള്ളിയുടെ കൂടെ വരും. അപ്പം അതിൻ്റെയൊക്കെ ഒരു റിസൾട്ടാണിത്.